ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. ആൻഡ് ഇന്നത്തെ ഈ ടോപ്പിക് നമ്മൾ എല്ലാവരുടെയും മനസ്സിലൂടെ എന്തായാലും ഒരു തവണയെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്തായിരിക്കും ഇപ്പോൾ ഒരു ന്യൂ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ എന്തായിരിക്കും ഈ 2050, അപ്പോൾ നമ്മളൊരു ഹൈപ്പത്തറ്റിക്കൽ ഇയർ 2050 വെച്ചെന്ന് വെച്ചു, എന്തായിരിക്കും ആ സമയത്ത് നടക്കുക, എന്തായിരിക്കും ആ സമയത്ത് നോർമൽ, എന്തായിരിക്കും ആ ഒരു ലിവിങ് എൻവയോൺമെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മളുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. 2050 എന്ന് പറയുന്ന ഇയറിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ടാവും. 2050 ഞാൻ ഇങ്ങനെയാവാം, ഞാൻ അങ്ങനെയാവാം എന്നുള്ള ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ആസ്പിറേഷനിൽ കവിഞ്ഞ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിഫിക് റിസർച്ചിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര ഫാസ്റ്റ് പേസിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരു അസിസ്റ്റൻ്റ് നമ്മളുടെ കൂടെ നമ്മുടെ ഫോണിലുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു അസിസ്റ്റൻ്റ് മാക്സിമം ഒരു മീഡിയം രീതിയിലുള്ള എഫക്റ്റീവ്നെസ്സോട് കൂടി നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു അസിസ്റ്റൻ്റ് എല്ലാത്തിലും അടുത്ത ഒരു 25 ഇയേഴ്സിനിടയ്ക്ക് വരും എന്നാണ് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷൻസ് പറയണത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി കയറാനും ചെക്ക് ഇൻ ചെയ്യാനും നമ്മളുടെ ടിക്കറ്റ് നമ്മൾ കയറുന്നതിന് ശേഷം എടുക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുള്ള യൂസസ് വരാം. ട്രാൻസ്പോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക് സർവീസസിലാണെങ്കിലും മെഡിക്കൽ ഏരിയാസിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓർഗൻ പ്രിൻറ്റിങ്ങോ, അല്ലെ ഓർഗൻ പ്രിൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഓർഗനെ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സംഭവമോ, അങ്ങനെ നാനോ സയൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾക്ക് ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ മേലെ നിൽക്കുന്ന, ചിലപ്പോൾ മനുഷ്യർക്കൊക്കെ കഥകളിൽ മാത്രം കേട്ടിട്ടുണ്ടായിരുന്ന പലതും ഒരു നോർമലായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി നമ്മുടെ 2050 ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സ്പേസൊക്കെ ഓഫ് ലിമിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും വേഗതയിൽ സഞ്ചരിക്കുന്ന, ഇപ്പോൾ റോക്കറ്റ്സ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തന്നെ സ്പേസ് ക്രാഫ്റ്റ്സ് ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി വേഗതയിൽ സഞ്ചരിക്കുന്നതും അത്രയും ദൂരെ പോയും നമുക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും മനുഷ്യരെ അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയും, അതുപോലെ തന്നെ എർത്തിൽ കവിഞ്ഞ് വേറൊരു സ്ഥലത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള പോസിബിലിറ്റീസിനെ പറ്റിയൊക്കെ ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു എറയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എയുടെ ഉപയോഗം കൂടുന്തോറും റോബോട്ടിക്സും അതുപോലെ എന്താ പറയുക, കൂടുതൽ മെഷീൻ ലേണിങ്ങിലോട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലേണിങ്ങിലോട്ടും ഒക്കെ നമ്മളുടെ ആ ഒരു ഡേറ്റ സ്ട്രക്ചറിങ് കവിഞ്ഞ് അതിൻ്റെ യൂസസ് കൂടുതൽ കംഫർട്ടിന് വേണ്ടി അല്ലെങ്കിൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള യൂസസിനായിട്ടുള്ള നമ്മുടെ മേജറായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന മെഷീൻസിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മൾക്ക് ഒരു ഫിംഗർ ടിപ്പിലാണ് ഫുഡാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഒക്കെ ഉള്ളത് ഫിംഗർ ടിപ്സിലാണ്. അതിലും കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെ എന്തുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കാം ഇനി അടുത്ത് വരുന്ന ഒരേറെയിൽ സംഭവങ്ങൾ ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഇപ്പോൾ 2050 എന്ന് പറയണത് കൂടുതലും നമ്മളുടെ മനുഷ്യൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കൂട്ടുന്നതിനെ പറ്റി ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ എങ്ങനെ റീജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ റിവേഴ്സ് ചെയ്യാം, ഇമ്മോർട്ടാലിറ്റി എങ്ങനെ നേടാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് മെഡിക്കൽ, അതുപോലെ പാരാമെഡിക്കൽ, അതുപോലെ എമർജൻസി മെഡിസിൻ, ഇതൊക്കെ ഒരുപാട് പുരോഗമിക്കാൻ സാധ്യതയുള്ള ഒരു 25 ഇയേഴ്സാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ
ഒരുപാട് പ്രയോറിറ്റീസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും കൂടുതൽ ഇൻ്റലിജൻസിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉള്ള ഒരു 25 ഇയേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ എന്തായിരിക്കും നിങ്ങളുടെ 2050 പറ്റിയിട്ടുള്ള തോട്ട്സ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കണ്ടതിൽ ഒരുപാടധികം സന്തോഷിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.